ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാകാൻ ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രം. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുമ്പായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വമേധയാ സെൻസസ് വെബ് പോർട്ടലിൽ നൽകാൻ കഴിയുന്ന സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഇത് നിർബന്ധമല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനു പുറമെ ഓരോരുത്തർക്കും തങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നതാണ് സവിശേഷത. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയാണ് സെൻസസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലും എത്തി വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങും. ഇതിനു മുമ്പ് 2 ആഴ്ചത്തെ സമയമാണ് പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ സമർപ്പിക്കാൻ നൽകിയിരുന്നത്. ഈ സമയപരിധി ജൂൺ 30-ന് അവസാനിക്കും. ഇങ്ങനെ സ്വമേധയാ വിവരങ്ങൾ നൽകുന്നവർ പിന്നീട് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ വീണ്ടും വിവരങ്ങൾ നൽകേണ്ടതില്ല. പകരം ഓൺലൈനായി തന്നെ ലഭിക്കുന്ന 11 അക്ക നമ്പർ അഥവാ സെൽഫ് എന്യൂമറേഷൻ ID അവർക്ക് കൈമാറിയാൽ മാത്രം മതിയാകും. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ വളരെ ലളിതമായി ചെയ്യാവുന്ന തരത്തിലാണ് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ സജ്ജീകരിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ നമുക്ക് സൗകര്യപ്രദമായ ഏത് ഭാഷയും തിരഞ്ഞെടുക്കുകയും ചെയ്യാം. സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഈ മാസം 30-ന് അവസാനിക്കും. സെൽഫ് എന്യൂമറേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. www.se.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുക്കുക. തുടർന്ന് ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേര് നൽകണം. ഒപ്പം മൊബൈൽ ഫോൺ നമ്പറും വേണം. ഒരു മൊബൈൽ ഫോൺ നമ്പർ ഒരു വീടിൻ്റെ വിവരങ്ങൾ നൽകാൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ശേഷം ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന OTP കൂടി നൽകുന്നതോടെ അടുത്ത പടിയിലേക്ക് കടക്കാം. വീട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരഞ്ഞെടുത്ത് വില്ലേജ്, ടൗൺ, സ്ഥലം എന്നിവ നൽകിയാൽ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഒരു ഭൂപടം ദൃശ്യമാകും. ഇതിൽ നിന്ന് വീട് നിലനിൽക്കുന്ന സ്ഥലം കൃത്യമായി തിരഞ്ഞെടുക്കണം. തുടർന്നാണ് സെൻസസ് ചോദ്യങ്ങൾ ദൃശ്യമാകുക. ആകെ 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിനായുള്ളത്. ചോദ്യങ്ങൾ ഓരോന്നായി ദൃശ്യമാകും. ഒപ്പം അവയുടെ ഉത്തരങ്ങളും ഉണ്ടാകും. അവയിൽ നിന്ന് ഓരോരുത്തരുടെയും വീടുമായി യോജിച്ചത് മാത്രം തിരഞ്ഞെടുത്താൽ മതിയാകും. കെട്ടിടത്തിൻ്റെ നിലം, ഭിത്തി, മേൽക്കൂര എന്നിവയുടെ അവസ്ഥ, കെട്ടിടത്തിൻ്റെ ഉപയോഗം, മൊത്തത്തിലുള്ള സ്ഥിതി, താമസിക്കുന്നവരുടെ എണ്ണം, താമസിക്കാനുള്ള മുറികളുടെ എണ്ണം, കുടിവെള്ള സ്രോതസ്, കുടിവെള്ള ലഭ്യത, വൈദ്യുതി ലഭ്യത, ശുചിമുറിയുടെ ലഭ്യതയും അതിൻ്റെ മറ്റ് വിവരങ്ങളും, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, വാഹനങ്ങൾ എന്നിവയുടെ ലഭ്യത, കുടുംബത്തിൻ്റെ പ്രധാന ഭക്ഷണം എന്നിവയും അവസാനമായി മൊബൈൽ നമ്പറുമാണ് ചോദ്യങ്ങളിലുള്ളത്. വിവരങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പരിശോധിക്കാനുള്ള അവസരം ലഭിക്കും. വേണമെങ്കിൽ കൊടുത്ത ഓപ്ഷനുകളിൽ മാറ്റം വരുത്താം. എല്ലാം ശരിയാണെങ്കിൽ മറുപടികൾ സെൻസസ് പോർട്ടലിലേക്ക് സമർപ്പിക്കാം. അതിനുശേഷം പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല. വിവരങ്ങൾ നൽകിക്കഴിയുന്നതോടെ 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. H എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഈ ID SMS ആയും ഇമെയിലായും ഒക്കെ ലഭിക്കും. ജൂലൈ 1-ന് ശേഷം സെൻസസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കാൻ വീട്ടിലെത്തുമ്പോൾ ഈ ID അവർക്ക് നൽകിയാൽ മതിയാകും. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമെങ്കിൽ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം.